Hi dears, welcome back to Xylem Learning. Everybody സാറാണ്. യെസ്, നമ്മുടെ യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആൻഡ് ഇന്ത്യാസ് ഇലക്ടോറൽ സിസ്റ്റം എന്നുള്ള പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള some ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഡിലേ ആക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാടാ. State how the composition of the Lok Sabha constituencies reflects a commitment to political reservation for marginalized groups. നമുക്കറിയാം റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി നമ്മുടെ സൊസൈറ്റിയിൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഗ്രൂപ്പ് മാത്രം മാറ്റി നിർത്തപ്പെടുക, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ മാത്രം പുറകോട്ടടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിന് കൂടി അപ്ലിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഇക്വാലിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആയി നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്രത്തോളം ഈ പറയുന്ന പൊളിറ്റിക്കൽ റിസർവേഷൻ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ എൻഷൂർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഔട്ട് ഓഫ് 543 ടോട്ടൽ ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് സ്പെസിഫിക് സീറ്റ്സ് ആർ സ്ട്രിക്ട്ലി റിസർവ്ഡ് ഫോർ വീക്കർ സെക്ഷൻ ടു എൻഷുർ ദ ഈക്വൽ റെപ്രസെൻറ്റേഷൻ. കറന്റ്ലി 84 സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് 47 സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഓക്കെ, അപ്പോൾ 84 സീറ്റ്സ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും 47 സീറ്റ്സ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് റിസർവ് ചെയ്യുന്നതിലൂടെ അവരുടെ എന്താ പറയുക ഇൻവോൾവ്മെന്റ് കൂടി, അതായത് എല്ലാ ആളുകളും ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ ആളുകളുടെയും റെപ്രസെൻറ്റേഷൻ എൻഷൂർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കലി ഈ പറയുന്ന റെപ്രസെൻറ്റേഷൻ എൻഷൂർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇടാ. സമ്മറൈസ് മേജർ ഇലക്ടോറൽ റിഫോംസ് പയനീർഡ് ബൈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടി.എൻ. ശേഷൻ ഡ്യൂറിംഗ് ഹിസ് ടെനർ 1990s. നമുക്ക് കാണാൻ പറ്റും ടി.എൻ. ശേഷൻ ഇലക്ഷൻ റിഫോമർ എന്നറിയപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു ടി.എൻ. ശേഷൻ. ടി.എൻ. ശേഷൻ എന്തൊക്കെയാണ് റിഫോംസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ് 1990s എന്തൊക്കെയാണ് മേജറായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത്? അതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഹി സ്ട്രിക്ട്ലി ആൻഡ് ruthlessly enforced the model code of conduct, turning into the mandatory set of rules for political parties. അതായത് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എല്ലാവരും ഫോളോ ചെയ്യണം. വെച്ചാൽ എവറി പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് ഡ്യൂറിംഗ് ദി ഇലക്ഷൻ എന്തൊക്കെയാണ് വെച്ചാൽ എവറി പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യാൻ പാടുള്ളത് ഇത് കൃത്യമായിട്ടും ഒരു ലീഗൽ ഫോമിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലോ ഫോമിൽ കൃത്യമായിട്ടും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആര് കൊണ്ടുവരും? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരും. അത് കൃത്യമായിട്ടും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ദെൻ ഫോട്ടോ ID കാർഡ്സ്, വോട്ടർ ID വിത്ത് ഫോട്ടോ, പ്രോക്സി വോട്ടിംഗ് എന്ത് ചെയ്യാണ്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നത്, വോട്ടർ ID വിത്ത് ഫോട്ടോ കൊണ്ടുവരുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കള്ളവോട്ട് പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ അതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് സ്ട്രിക്റ്റ് വിജിലൻസ് ഓൺ കാൻഡിഡേറ്റ് സ്പെൻഡിങ് ടു ലിമിറ്റ് ദ അൺഫെയർ ഇൻഫ്ലുവൻസ് ഓഫ് മണി പവറിന് അൺഫെയർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഓരോ കാൻഡിഡേറ്റ്സും ഓരോ പൊസിഷൻസിലേക്ക് ഓരോ കാൻഡിഡേറ്റ്സും എത്ര വരെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം അത് കൃത്യമായിട്ട് എന്ത് ചെയ്തു, കൃത്യമായിട്ടും വിജിലൻസിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൃത്യമായിട്ടും അത് എന്ത് ഒബ്സർവ് ചെയ്തു. അതിൽ കൃത്യമായിട്ടും എന്താണ് ആരെങ്കിലും വയലേറ്റ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും എന്ത് ചെയ്തു നോക്കി പോകാനുള്ള സിസ്റ്റം ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടി.എൻ. ശേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാ. അടുത്ത ക്വസ്റ്റ്യൻ ഇടാ. ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് ഇലക്ടോറൽ കോളേജ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ടിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ who is excluded from this process. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന ഇലക്ടോറൽ കോളേജ് ത്രൂ ആണ് ഇലക്ട് ചെയ്യുന്നത് അല്ലേ. അതിൽ ആരൊക്കെയാണ് ഉള്ളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഇലക്ഷൻ പ്രോസസ്സിൽ, ആരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തത്? ഈ കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും ഇലക്ടോറൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് MPs, അതുപോലെ തന്നെ ഫ്രം ബോത്ത് ഹൗസസിലെ MPs ഉണ്ടാവും. ആൻഡ് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA മാരുണ്ടാവും ഫ്രം ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഓക്കെ, അപ്പോൾ MP മാരും MLA മാരും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള MP മാരും MLA മാരും പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ വോട്ടേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹു ഇസ് എക്സ്ക്ലൂഡഡ്, ആരാണ് അല്ലാത്തത്, ആരാണ് ഇല്ലാത്തത്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഓർ MLC ഈസ് ഇൻ സ്റ്റേറ്റ്സ് വിത്ത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ. MLC എന്ന് പറയുമ്പോൾ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറിലെടുത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വരുന്നത്. അതിലെ മെമ്പേഴ്സും ഒക്കെയാണ് എന്തിൻ്റെ പാർട്ട് അല്ലാത്തത്, പ്രസിഡൻഷ്യൽ ഇലക്ഷനിലെ ഇലക്ടോറൽ കോളേജിൻ്റെ പാർട്ട് അല്ലാത്തത്. അപ്പോൾ ആരൊക്കെയാണ് ആരൊക്കെ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. ഡിസ്കസ് 3 മേജർ കണ്ടംപററി ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഇലക്ടോറൽ സിസ്റ്റം. ഇന്ത്യൻ ഡെമോക്രാറ്റിക് ഇലക്ടോറൽ സിസ്റ്റം ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ചലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലുവൻസ് ഓഫ് മണി പവർ, ദ ഗ്രോയിങ് ആൻഡ് ഹെവി യൂസ് ഓഫ് വെൽത്ത് ഇൻ ഇലക്ഷൻ ക്യാമ്പയിൻസ് വിച്ച് മേക്സ് ഇറ്റ് അൺഫെയർ ഫോർ ലെസ് വെൽത്തി കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട്
ഫണ്ട് ഇലക്ഷൻ പേർപ്പസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് വരൂടാ, അൺഫെയർ ആണ്. കാരണം കമ്പാരിറ്റീവ്ലി അത്ര വെൽത്തി അല്ലാത്ത കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫെയർ എന്നല്ല, ഓപ്പർച്യൂണിറ്റി അല്ല, അൺഫെയർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റും. റിച്ച് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ പൊസിഷനിലേക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി അവിടെ കൂടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. പല കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ മത്സരിക്കുന്ന പല കാൻഡിഡേറ്റ്സിനും എന്തുണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും. അതും മേജർ ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. ദെൻ വോട്ടർ അപാത്തിയാണ്, അതായത് എ ഗ്രോയിങ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് among voters which leads to the lower voter turnouts particularly in urban locations. അർബൻ ലൊക്കേഷനിലേക്ക് ആണെങ്കിലും ഒരു ന്യൂ ജനറേഷൻസിനൊക്കെ കമ്പാരിറ്റീവ്ലി വോട്ടിനോടുള്ള എന്താ പറയുക, വോട്ട് ചെയ്യാന്നുള്ള പ്രോസസ്സിനൊന്നും വലിയ ട്രസ്റ്റ് ഇല്ലാതാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതും എന്ത് ചെയ്യുന്നുണ്ട്, മേജർ ആയിട്ടുള്ള ഒരു ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ഈ ഒരു ടോപ്പിക്കിലെ. യെസ്, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഡീറ്റെയിൽ ദ സ്ട്രക്ചർ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസിയായി ഫ്രം ദ നാഷണൽ ലെവൽ ഡൗൺ ടു ദ ഡിസ്ട്രിക്ട് ലെവൽ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സ്ട്രക്ചറാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറ്റുള്ളത്, അവിടെ ആൻസർ ചെയ്യാൻ പറ്റുള്ളത്. അപ്പോൾ നാഷണൽ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഡ് ബൈ സെൻട്രൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാവും, അതുകൂടാതെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും എന്തിനുണ്ടാവും, നാഷണൽ ലെവൽ ഉണ്ടാവും. സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ managed and supervised by chief electoral officer ആണ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ് ഓർ ടെറിട്ടറി. ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെറിട്ടറിയിൽ ആരാ ഉണ്ടാവുക, ചീഫ് ഇലക്ടോറൽ ഓഫീസർ ആണ് ഉണ്ടാവുക. ദെൻ അത് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് വരുമ്പോഴോ ഹാൻഡിൽഡ് ബൈ ദ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ, പിന്നെ ദ റിട്ടേണിംഗ് ഓഫീസർ ഉണ്ടാവും. RO is responsible for conducting and actual election in a constituency and the electoral registration officer, ഈ RO കൂടി എന്താവും, ഈ പറഞ്ഞ ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഈ RO കൂടി ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ MCQs ആണെങ്കിലും അതർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ വീഡിയോസ് വരുന്നുണ്ട് മക്കളെ. അപ്പം എല്ലാം മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലൈവ് സെഷൻ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബാച്ചിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും വേണമെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൻ്റെ പാർട്ടാവുക. നമ്മുടെ യോദ്ധ CBSE മക്കൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇതിൽ പല ആളുകളും പാർട്ടാണ്. സ്റ്റിൽ നമ്മുടെ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്ക്രോളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എത്രയും വേണം തന്നെ അഡ്മിഷൻ എടുക്കുക. 10% ഓഫറോട് കൂടി, മൺസൂൺ ഓഫറോട് കൂടി XYMSN10 എന്നുള്ള കോഡ് റിഡീം ചെയ്തോട് മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യോദ്ധ ബാച്ചിൻ്റെ കൂടെ മക്കൾക്ക് എന്ത് അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് യോദ്ധ ബാച്ച് എന്ന് പറയുമ്പോൾ 3 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുള്ളത്, 3 ബാച്ചസ് ആയിട്ടാണ് മക്കളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതിൽ എന്തൊക്കെയാടാ, ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ, ഇങ്ങനെ 3 പ്ലാനുകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഓരോ പ്ലാനിനും ഓരോ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബേസ് പ്ലാനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈവ് ലെക്ചേഴ്സ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, DPP ആൻഡ് ടെസ്റ്റ് ഉണ്ടാവും, ഇൻ-ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടാവും, ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവിടെ ഉണ്ട് നമ്മുടെ ബേസ് പ്ലാനുണ്ട്. ഇനി നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സം അതർ ഫീച്ചേഴ്സ് കൂടി കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് കിട്ടുന്നത്, പേൾ റെക്കോർഡഡ് സെഷൻ, പ്രീമിയം റെക്കോർഡ് ആയിട്ടുള്ള സെഷനാണ് പേൾ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഇൻസ്റ്റ ലേൺ ആൻഡ് മൈൻഡ് മാപ്പ്, നമ്മുടെ ഈച്ച് ആൻഡ് എവറി നോട്ട്സ് വളരെ ക്ലിയർ ആയിട്ടും വളരെ ഷോർട്ടായിട്ടും മക്കൾക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ഇൻസ്റ്റ ലേൺ ആണെങ്കിലും പേൾ മൈൻഡ് മാപ്പ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എൻഡ് ഗെയിം അല്ലെങ്കിൽ അപ്കമിങ് ബാച്ചസ്, ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അപ്കമിങ് ബാച്ചസ് ഒക്കെ മക്കൾക്ക് എക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ഇൻഫിനിറ്റി പ്രോയിലേക്ക് മക്കൾ വരാണെങ്കിൽ ഫാൽക്കൺ ഫൗണ്ടേഷൻ ബാച്ച് കൂടി മക്കൾക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആയിരിക്കും. ഇൻഫിനിറ്റി പ്രോ, ഇങ്ങനെ 3 ബാച്ചുകളാണ് മക്കളുടെ മുമ്പിലേക്ക് സൈലം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, പാർട്ടാവാൻ ശ്രമിക്കുക, അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് ഒരു വർഷം സെറ്റ് ആക്കണടാ. അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.